കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നമ്മുടെ ഇൻബോക്സിലാണെങ്കിലും കമൻറ്റ് ബോക്സിലാണെങ്കിലും ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് കമൻറ്റുകളുടെ ഒരു തിരയിളക്കം കാണുന്നുണ്ട്. അതിനൊരു മറുപടി പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്ന ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തു, അവൾക്കൊപ്പമാണ്. ഇവിടെ ഈ മീഡിയ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏതൊക്കെ തരം കാര്യങ്ങളെടുത്ത് മുന്നോട്ട് വെച്ചാലും അല്ലെങ്കിൽ ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന കൂട്ടം എന്ത് പറഞ്ഞാലും നമ്മളിവിടെ സംസാരിക്കേണ്ടതും അഭിനന്ദിക്കേണ്ടതും ഒപ്പം നിർത്തേണ്ടതും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടതും അവൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഭ ഭ ബ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ട്രെയിലർ റിലീസായി. ആ സിനിമയിലെ നായക കഥാപാത്രം അവതരിപ്പിക്കുന്ന വ്യക്തി ദിലീപ്, അദ്ദേഹം ആ കേസിലെ 8ാം പ്രതിയായിരുന്നു. അയാളെ കുറ്റവിമുക്തനാക്കി വിധി വന്നു കഴിഞ്ഞിട്ടാണ് ഈ സിനിമയുടെ ട്രെയിലർ റിലീസാവുന്നത്. അയാളെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി നടപടിയിൽ അതൃപ്തിയുള്ളതുകൊണ്ട് മേൽക്കോടതിയിൽ അപ്പീലിന് പോകും എന്നാണ് ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അത്തരം മൂവിന് ഉണ്ടാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസും കാര്യങ്ങളും ഒക്കെ സംഭവിക്കാനുള്ളതാണ്. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെ വീണ്ടും പറയുകയാണ്. അതിജീവിതയ്ക്ക് അവൾക്ക് നീതി കിട്ടിയെന്ന് സ്വയം തോന്നുന്നത് വരെ അവളുടെ പോരാട്ടം മുന്നോട്ട് അതിശക്തമായി പോകണം. ആ പോരാട്ടത്തിൽ ഉടനീളം നമ്മളൊപ്പം ഉണ്ടാവും എന്ന് തന്നെയാണ്, നമ്മളൊപ്പം ഉണ്ടാവണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ആ വീഡിയോയിൽ നമ്മൾ മുന്നിലേക്ക് വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും ഭബ്ബയുടെ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് കമൻറ്റുകൾ റിപ്പീറ്റഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. കമൻറ്റ്സ് മാത്രമല്ല, ഇൻബോക്സിലേക്കും ഈ മെസ്സേജുകൾ ഒരു കുത്തൊഴുക്ക് പോലെ വരികയാണ്. നിങ്ങളിലുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു, നിങ്ങളെ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഡബിൾ സ്റ്റാൻഡേർഡാണ്, ഇത്തരമൊരു വീഡിയോ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളാണ്. ഈ കമൻറ്റുകളിൽ സ്വാഭാവികമായും നിങ്ങളുടെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധം നിങ്ങൾക്ക് അറിയിക്കാം. അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പരിഗണിക്കാൻ പറയുന്നൊരു കാര്യമാണ്, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. ആ പരിഗണന നിങ്ങൾ കാണിക്കുമ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്ന മൊമെൻറ്റിൽ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഇമോഷൻ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കേസാണ്. ഒരാളെ കൊട്ടേഷൻ കൊടുത്ത് ഒരു പെൺകുട്ടിയെ ഇത്രയും മോശം അവസ്ഥയിൽ കൊണ്ടെത്തിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത, സമാനതകൾ പോലും ഇല്ലാത്തൊരു കേസായിരുന്നു. ആ കേസ് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അതിജീവിതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. നമ്മുടെ ഒക്കെ വീടുകളിലുള്ള ഓരോ പെൺമുഖങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ഒരാൾക്കും ഈ ഒരു അവസ്ഥ വരരുതെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ഇന്നയാളാണ് പ്രതി എന്ന് സമൂഹ മനസാക്ഷി മുഴുവൻ വിചാരിച്ചിരുന്ന ഒരു കേസിൽ ഇങ്ങനൊരു വിധിയും കൂടി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഉറപ്പായും നമ്മൾ അതിൽ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയുടെ പേര് പറഞ്ഞാൽ പോലും ട്രിഗർ ആവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പലരും എത്തിയിട്ടുണ്ടാകും. ഞാനിപ്പോൾ ജസ്റ്റ് അയാളുടെ പേര് പറഞ്ഞാൽ പോലും അത് നിങ്ങളെ ട്രിഗർ ചെയ്തേക്കാം. അത് ഓരോരുത്തരുടെയും ഈ കേസിനെ അവരെങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പറയുന്ന ആ ഒരു അളവനുസരിച്ചിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു വിഭാഗം ആളുകൾക്കും ഇത് വളരെ പേഴ്സണലി ഹിറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇതെൻ്റെ വീട്ടിൽ നടന്ന ഒരു വിഷയം എന്നുള്ള രീതിയിലാണ് പല ആളുകളും ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രതിഷേധവും ഇങ്ങനെ ശക്തമായി വന്നേക്കാം. ആ ഇമോഷൻസിനെയും ആ കമൻസിനെയും ഞാൻ അതേ റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് കാണുന്നത്. കാരണം നമ്മളൊരിക്കലും ഈ ഉണ്ണി വ്ളോഗ്സ്, ഇനി ഫൈലോ, സിനിമ ടോക്സിലോ ഒക്കെ പറയുന്ന ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിക്കുന്ന ആൾക്കാർ മാത്രം എൻ്റെ വീഡിയോസ് കണ്ടാൽ മതി എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഏത് വീഡിയോയിൽ പറയുന്ന കാര്യത്തിനെയും യോജിക്കുന്ന ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്, വിയോജിപ്പുകൾ റെസ്പെക്റ്റ്ഫുള്ളി രേഖപ്പെടുത്തുന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട്. അത്ര റെസ്പെക്റ്റ് ഇല്ലാത്ത ആളുകൾ അധികകാലം ഈ ചാനൽ കണ്ടിട്ടുണ്ടാവില്ല. അവർക്ക് യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എല്ലാം തലയാട്ടി സമ്മതിക്കുന്ന പാവക്കുട്ടികളല്ല. അവർക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ യോജിക്കും, വിയോജിപ്പുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. അതിനെയും ഞാൻ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ കാലവും ഉണ്ണി വ്ളോഗ്സിൽ ആരും ഞാൻ പറയുന്നത് ഒന്നും എതിർക്കില്ല, ഞാനാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസിൻ്റെ അവസാന വാക്കെന്ന് പറയുന്ന പോലത്തെ ചിന്തയൊന്നും എനിക്കില്ല. ഈ വീഡിയോസിൻ്റെ താഴെയും എവിടെ പോയി നിങ്ങളുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ആ പെയിനെ, ആ ഇമോഷനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് മറ്റ് ചില കമൻറ്റുകളാണ്. ഇതിൻ്റെ ഒരു അടുത്ത ലെവലിലേക്ക് വരുന്ന ആരോപണങ്ങളാണ്. ഒന്ന്, പണം കിട്ടിയാൽ എന്തും ചെയ്യും എന്ന് പറയുന്ന ആ ഒരു ആരോപണം. 2, ഈ കേസിലെ പ്രതിയായി കോടതി വിധിച്ചിട്ടുള്ള പൾസർ സുനിയും നിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ. ഇത്തരം കമൻറ്റുകളും മെസ്സേജുകളും വരുമ്പോൾ എനിക്കിതിൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ കായികമായി നേരിടും എന്ന് പറയുന്ന സിനിമ ഡയലോഗൊന്നും പറയുന്നില്ല. പക്ഷേ നിയമപരമായി നേരിടാതിരിക്കാനാവില്ല. ഏത് വഴിക്ക് അത് നേരിടാനാവുമോ ആ വഴിക്ക് നേരിടാൻ ശ്രമിക്കും. നിലവിൽ അങ്ങനെ വന്നിട്ടുള്ള കമൻറ്റുകൾ നമ്മൾ ആ ആൾക്കാരെ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ക്രിമിനലും ഞാൻ പറയുന്നതുമായി നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന എന്നാൽ കഴിയുന്ന തരത്തിൽ മലയാള ചലച്ചിത്ര പ്രേക്ഷകരെ മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്നാൽ കഴിയുന്ന തരത്തിൽ ഏറ്റവും അധികം അതിജീവിതയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് എനിക്ക് ഉറപ്പുള്ളപ്പോൾ എന്നെ ആ ക്രിമിനലുമായി അല്ലെങ്കിൽ
കോടതി വിധിച്ചിട്ടുള്ള പ്രതിയുമായി താരതമ്യം ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ഏത് ഇമോഷൻ്റെ പുറത്തു നിന്ന് പറയുന്നതാണെങ്കിലും അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റ് പല കേസുകളിലും ഉണ്ടാകുന്ന പോലെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് മാത്രം എന്നുള്ള രീതിയിലല്ല, മുഖം വെളിപ്പെടുത്തിയിട്ടുള്ള പ്രൊഫൈൽ ഏതാണ് എന്ന് വ്യക്തമായിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരാണ്. എസ്പെഷ്യലി സ്ത്രീകൾ, പെൺകുട്ടികൾ, ഒരുപാട് ആളുകൾ അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ അയച്ചിട്ടുള്ള മെസ്സേജുകൾ നമ്മൾ ഈ ഒരു എക്സ്ട്രീം സൈഡിലേക്കുള്ള ഒരു ആക്രമണം എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബ്ലോക്ക് ചെയ്തും മറ്റുമൊക്കെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. പക്ഷേ ഇനി അങ്ങോട്ട് വരുന്ന കമൻറ്റുകളെ നമ്മൾ റിയാക്ട് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അതിനെ വെറുതെ അങ്ങ് വിടുക, വായിച്ച് വിടുക എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ വർക്കിനെ, എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ, നമ്മുടെ ക്രെഡിബിലിറ്റിയെ ഒക്കെ, അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ ബാധിക്കുന്നൊരു വിഷയമാണ്. ആ വിഷയത്തിനെ അങ്ങനെ ഇതിനൊരു അറ്റാക്ക് ലെവലിലേക്ക് വരുന്ന സമയത്ത് ചുമ്മാ കാണാൻ പറ്റില്ല. സോ നിയമപരമായി തന്നെ അതിനോട് റിയാക്ട് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആൻഡ് ഈ വിഷയത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഉണ്ണി വ്ളോഗ്സ് സിനിഫൈൽ എന്ന് പറയുന്ന ഈ ചാനൽ 2018 നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് റാൻഡം കണ്ടൻറ്റുകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് വന്നിട്ടുള്ളത്, നമ്മൾ ഇട്ടിട്ടുള്ള കണ്ടൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൺസ്യൂം ചെയ്തിട്ടുള്ളത് സിനിമ റിലേറ്റഡ് കണ്ടൻറ്റുകളായിരുന്നു. അതിൽ ട്രെയിലർ ഡീകോഡിങ് നമ്മുടെ തുടക്കത്തിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ കാഴ്ചക്കാരായി എത്തിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതിനുശേഷം സിനിമ റിവ്യൂ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് സിനിമ റിവ്യൂ എന്ന് പറയുന്ന ഈ ചാനലിൻ്റെ ഒരു കോർ കണ്ടൻ്റ് ആയിട്ട് മാറി. നമ്മുടെ മെയിൻ കണ്ടൻറ്റ് ഈ സിനിമ റിവ്യൂസ് തന്നെയാണ്. അതിനുശേഷം ലോക്ക്ഡൗണിനോട് അടുപ്പിച്ച് എനിക്ക് തോന്നുന്നു കപ്പേള എന്ന് പറയുന്ന സിനിമ വരുന്ന സമയത്താണ് സിനിമയിലെ പൊളിറ്റിക്സ് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത്. സിനിമയിലെ പൊളിറ്റിക്സ് അതിന് മുമ്പും സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ മലയാള സിനിമകൾ വളരെ പൊളിറ്റിക്കലായി സംസാരിച്ച് തുടങ്ങുന്ന, വളരെ സ്ട്രോങ് ആയി പൊളിറ്റിക്സ് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു ട്രാൻസിഷൻ സ്റ്റേജും കൂടിയാണത്. ആ സമയത്തും അതിനുശേഷവും സിനിമയിലും ഷോർട്ട് ഫിലിമിലും വെബ് സീരീസിലൊക്കെയുള്ള പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ക്ലാരിറ്റി വേണമെന്ന ആവശ്യം വരുന്ന സമയത്ത് ആ പൊളിറ്റിക്സിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ് എന്നൊക്കെയുള്ളത് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ ചെയ്തു തുടങ്ങിയത്. അതിനും നമുക്കൊരു സ്വീകാര്യത വന്നിട്ടുണ്ട്. എങ്കിലും നമ്മുടെ കോർ കണ്ടൻറ്റായിട്ട് ഇപ്പോഴും തുടരുന്നത് സിനിമ റിലേറ്റഡ് കണ്ടൻറ്റുകളാണ്. കോർ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതും ഈ ചാനലിൻ്റെ നിലനിൽപ്പിന്, കാരണം എനിക്ക് പൈസയൊക്കെ കിട്ടി എനിക്ക് ജീവിക്കാൻ പറ്റുമ്പോഴാണല്ലോ ഞാൻ ഇതിൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിലാണല്ലോ നിങ്ങൾക്ക് കണ്ടൻറ്റ് കാണാൻ പറ്റുക. അപ്പോൾ നമ്മുടെ ഒരു ചാനലിൻ്റെ കോർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും സിനിമ തന്നെയാണ്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ്. അങ്ങനെ പൊളിറ്റിക്കൽ വിഷയങ്ങൾ സംസാരിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് പേരുകൾ കിട്ടിയിട്ടുണ്ട്. പാവാട എന്നുള്ള വിളി ഞാൻ കേട്ടിട്ടുണ്ട്, ജാതിയൊളി എന്നുള്ള വിളി കേട്ടിട്ടുണ്ട്, ചുണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന വിളി വന്നിട്ടുണ്ട്, പൊളിറ്റിക്കൽ ഉണ്ണികൾ ഒരു സിനിമയെ നമ്മൾ റിവ്യൂ ചെയ്ത സമയത്ത് വന്ന് കേട്ടിട്ടുള്ളൊരു പേരാണ്. ഇങ്ങനെയുള്ള ഗുൽമോഹർ, ഇങ്ങനെയൊക്കെയുള്ള കുറേ പേരുകൾ ആ സമയങ്ങളിൽ കേട്ടിട്ടുണ്ട്. ആ പേരുകളൊക്കെ കിട്ടിയതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യനെ കാണാൻ തുടങ്ങുന്നത് കൊണ്ട്, അല്ലെങ്കിൽ കാണണമെന്ന് ആവശ്യപ്പെടുന്നത് കൊണ്ട് ചാർത്തി കിട്ടുന്ന പേരുകളാണല്ലോ. ഒരു കിരീടം പോലെ തലയിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ സിനിമ റിവ്യൂ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി നമ്മളൊരു പോപ്പുലർ സ്റ്റേജിലേക്ക് വന്നപ്പോൾ എന്ന് വെച്ചാൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്കും, പിന്നെ സിനിമക്കാർ മാത്രമല്ല OTT പ്ലാറ്റ്ഫോംകാരും നമ്മുടെ വീഡിയോസ് ശ്രദ്ധിക്കുന്നുണ്ട്. അവർ OTTയിൽ ഒരു സിനിമ എടുക്കുന്നതിനും നമ്മുടെ റിവ്യൂസ്, അത് എൻ്റെ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെയും റിവ്യൂസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊരു ഘട്ടം വന്നപ്പോൾ ഈ സിനിമാക്കാരുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ പ്രതിഷേധമല്ല, അതൊരു തരം ആക്രമണമാണ്. അത് ശക്തമായി വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തുനിന്നും അഭിനേതാക്കളുടെ അടുത്തുനിന്നും ടെക്നീഷ്യൻസിൻ്റെ അടുത്തുനിന്നൊക്കെ ഒരു സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് അതെന്താ നിങ്ങൾ എൻ്റെ സിനിമയിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞു എന്ന് ചോദിച്ചിട്ടൊക്കെയുള്ള വിളികൾ വന്നിട്ടുണ്ട്. ചില അഭിനേതാക്കളെങ്കിലും അവരുടെ ദേഷ്യമൊക്കെ ഇപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. പല ഇൻ്റർവ്യൂസിൽ അതൊക്കെ കാണാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ബബ്ബയുടെ ട്രെയിലർ റിയാക്ഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആരോപണങ്ങൾ എന്ന് പറയുന്ന, നിങ്ങൾ ഉണ്ണിമൂന്നിൻ്റെ സിനിമകൾ കാണില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് ദിലീപിൻ്റെ സിനിമകൾ കാണുന്നല്ലോ എന്നുള്ളതാണ്. ഉണ്ണിമൂന്നിനുമായിട്ടുള്ള വിഷയം എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുള്ളതാണ്. അത് എന്നെ പേഴ്സണലി ബാധിച്ചിട്ടുള്ള, എൻ്റെ ജോലിയെ വളരെ ബാധിച്ചിട്ടുള്ള ഒരു വിഷയമായിരുന്നു. ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ, അങ്ങനെ പ്രതിഷേധിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ പോലും അതെൻ്റെ പേഴ്സണൽ പ്രതിഷേധമായിരുന്നു. ഒരാളോട് പോലും ഉണ്ണിമൂന്തൻ്റെ ഒരു സിനിമയും കാണരുത് എന്ന് ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രതിഷേധം അയാളുടെ സിനിമകൾ കാണാതിരിക്കുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം അബാം മൂവീസിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്കൊരു ഭീഷണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയും സിനിമ ഞാൻ കാണില്ലെന്ന് പറഞ്ഞതല്ലേ എന്നുള്ള കമൻറ്റുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അന്നത് കാണില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം എന്നെ വിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, തെറി വിളിക്കുന്നു. അപ്പം ഞാൻ നിങ്ങളുടെ സിനിമയൊന്നും കാണണ്ടേന്ന് ചോദിച്ചു. വേണ്ട, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. പബ്ലിഷ് ചെയ്തതിന് ശേഷം അതൊരു തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായിട്ടുള്ള വിളിയാണ് എന്ന് പറഞ്ഞ് സിനിമയുടെ പ്രൊമോഷൻ ടീമും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ വിളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ വീഡിയോ ഡൗൺ ചെയ്തത്. അപ്പോൾ അദ്ദേഹം തെറ്റിദ്ധാരണയുടെ പുറത്ത് വിളിച്ചതാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷനും തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതല്ലേ. അതുകൊണ്ട് തന്നെ അബാം മൂവീസിൻ്റെ സിനിമകൾ ഇനിയും വന്നാൽ നമ്മൾ ഇനിയും കാണും എന്നുള്ള തീരുമാനത്തിലേക്ക് മാറിയിരുന്നു. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം നമ്മൾ ബബ്ബയുടെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തു എന്നുള്ളതാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസ് തുടങ്ങിയതിന് ശേഷം ദിലീപ് സിനിമകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ
രാമലീല പ്രേക്ഷകർ വിജയിപ്പിച്ച, ഞാൻ ആ സിനിമയുടെ സമയത്തൊന്നും റിവ്യൂ ചാനലൊന്നും തുടങ്ങിയിട്ടില്ല, അത് പ്രേക്ഷകർ കണ്ട് വിജയിപ്പിച്ചൊരു സിനിമയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വബ്ബ വരെ എത്തി നിൽക്കുന്ന, ഏറ്റവും ലാസ്റ്റ് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ഹിറ്റായി എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുവരെയുള്ള ദിലീപ് സിനിമകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സിനിമകളും കടുത്ത പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമകളൊക്കെ നമ്മൾ കാണുകയും റിവ്യൂ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ സമയത്തൊന്നും ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആക്രമണം നമ്മൾ നേരിടേണ്ടി വന്നിട്ടില്ല. ഇനി കേരളത്തിലെ ജനങ്ങളാണോ ദിലീപ് സിനിമകളെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ലാന്നേ പറയുള്ളൂ. ഇനി ദിലീപിനും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ അബദ്ധ ചിന്തയാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം സിനിമകൾ അത്രയധികം മോശമായിരുന്നു, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അടക്കം വളരെ മോശമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് സിനിമകൾ പരാജയപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഉദാഹരണം രാമലീല അവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ ഈ വിധി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഇമോഷണൽ വൈകാരിക പ്രകടനത്തിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ കേൾക്കുന്ന കമൻറ്റുകൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ബോയ്ക്കോട്ട് ദിലീപ് സിനിമകൾ കാണില്ല, ദിലീപിനെ വെറുത്തുപോയി, പണ്ടത്തെ പോലെ ദിലീപിൻ്റെ സിനിമകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ദിലീപ് സിനിമകൾ കണ്ടില്ല എന്ന് വെച്ച് ദിലീപിനോ ദിലീപിൻ്റെ സിനിമകൾക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലായിരിക്കും. എങ്കിൽ പോലും എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഞാൻ അയാളുടെ സിനിമ കാണില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ തീരുമാനങ്ങൾ, കമൻറ്റുകൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ ഇറ്റ്സ് യുവർ ചോയ്സ്, നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ പ്രതിഷേധമാണ്, നിങ്ങൾക്ക് ആ പ്രതിഷേധം നടപ്പിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ദിലീപ് സിനിമകൾ കാണണ്ട എന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മാത്രമല്ല, തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യം ചെയ്തു, എൻ്റെ പ്രതിഷേധം ഞാൻ പ്രകടിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ രീതിയിൽ തന്നെ ഞാനും പ്രതിഷേധം പ്രകടിപ്പിക്കണം എന്ന് പറയരുത്. ഓരോ മനുഷ്യരുടെയും പ്രതിഷേധങ്ങൾ ഡിഫറെൻറ്റ് പ്രതിഷേധങ്ങളാണ്. ചില ആൾക്കാർ സിനിമ കാണണമെന്ന് വെച്ച് പ്രതിഷേധിക്കും, ചില ആൾക്കാർ ഇയാളുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സിനിമയും, അതായത് ദിലീപിൻ്റെ സിനിമകൾ മാത്രമല്ല, ദിലീപുമായി മോഹൻലാൽ അസോസിയേറ്റ് ചെയ്താൽ മോഹൻലാലിൻ്റെ സിനിമയും കാണൂല എന്ന് പറഞ്ഞാൽ കടുത്ത പ്രതിഷേധ മാർഗ്ഗങ്ങളിലേക്ക് പോകും. ചിലർ മലയാള സിനിമയെ കാണില്ല എന്ന് പറയുന്ന ഒരു പ്രതിഷേധത്തിലേക്ക് പോകും. പല രീതിയിലാണ് ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ടാവുക. അപ്പം എല്ലാവരും ഞാൻ പ്രതിഷേധിക്കുന്ന രീതിയിൽ പ്രതിഷേധിക്കണം എന്ന് വിചാരിക്കരുത്. ഇപ്പം നിങ്ങളിങ്ങനെ ദിലീപ് സിനിമകൾ കാണണ്ടെന്ന് വെക്കുമ്പോൾ നിങ്ങളെ അത് ഫിനാൻഷ്യലി ബാധിക്കുന്നൊന്നായിരിക്കില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് മുമ്പ് വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മുടെ ഈ ചാനലിൻ്റെ നിലനിൽപ്പ്, ഇതിൻ്റെ കോർ കണ്ടന്റ് എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമയുടെ റിവ്യൂ ചെയ്യുക, ട്രെയിലർ, ടീസർ, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ വരുമാനത്തിൻ്റെ ഭാഗമാണ്. ഈ ചാനലിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് എൻ്റെ ഏക വരുമാന മാർഗം. പിന്നെ ഇപ്പോൾ ഈ ട്രെയിലർ റിയാക്ഷൻ അടക്കം ചെയ്തത് ക്യാഷ് വാങ്ങി ചെയ്തതാണ്, ക്യാഷ് കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്ത് നടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരിപ്പോഴും നമ്മൾ ഈ റിവ്യൂ ചെയ്യാൻ പൈസ വാങ്ങുന്നു എന്നൊക്കെ പറയുന്ന ആ ആരോപണങ്ങളുടെയൊക്കെ കൂടെ നടക്കുന്ന ആൾക്കാരാണ്. നിങ്ങളെ ഉപദേശിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിച്ച് തരാൻ എനിക്ക് പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇനി എക്സ്പ്ലനേഷൻ തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 10ൻ്റെ കാശ് ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഈ ചാനൽസിൽ സിനിമ, ട്രെയിലർ, റിയാക്ഷൻ, റിവ്യൂ പരിപാടികളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ആ സിനിമകൾ നമ്മൾ കാണുമ്പോഴും സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോഴും 2 കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള കാര്യം 100% ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് കാര്യം, എവിടെയും ഒരു സ്ഥലത്ത് പോലും കുറ്റാരോപിതനായിട്ടുണ്ടായിരുന്ന വ്യക്തിയെ, അല്ലെങ്കിൽ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിട്ടുള്ള വ്യക്തിയെ എവിടെയും ഒരു സ്ഥലത്തും ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല. അയാളുടെ പേഴ്സണൽ കാര്യങ്ങളെ അല്ലെങ്കിൽ അയാളുടെ ആ ഒരു പേഴ്സണാലിറ്റിയെ വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ദിലീപ് എന്ന് പറയുന്ന പേര് ദിലീപേട്ടൻ എന്ന് വിളിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ആ ഏട്ടൻ സ്ഥാനത്ത് നിന്നുള്ള കട്ടിങ് എന്ന് പറയുന്നത് അതെൻ്റെ പ്രതിഷേധമാണ്. പക്ഷേ എൻ്റെ പ്രതിഷേധം അതിനപ്പുറത്തേക്ക് കടന്ന് ദിലീപ് ഭാഗമായ ഒരു സിനിമയും ഞാൻ കാണില്ല എന്ന് വെക്കുമ്പോൾ അയാൾ ഇനി ഭാഗമാവുന്ന ചിലപ്പോൾ ഹിറ്റ് സിനിമകൾ ഉണ്ടായേക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റവന്യൂവിലുണ്ടാവുന്ന നഷ്ടം അതെൻ്റെ നഷ്ടമാണ്. ഇമോഷൻസ് ഉണ്ട്, ഇമോഷണലി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ഇമോഷനെ പ്രൊഫഷനുമായി കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പോക്ക് വളരെ ബുദ്ധിമുട്ടാവുന്ന ഒരു പ്രൊഫഷനിലാണ് ഞാനുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഒരു ടീച്ചറായിരിക്കും, നിങ്ങൾ ദിലീപിൻ്റെ സിനിമ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു പോലീസുകാരനായിരിക്കും, നിങ്ങൾ ദിലീപിൻ്റെ ഒരു സിനിമയും കണ്ടാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ മൂവി റിവ്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ദിലീപിൻ്റെ എന്നല്ല ആരുടെ സിനിമ ഇറങ്ങിയാലും കണ്ടേ പറ്റുള്ളൂ. ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കേസിൽ ന്യൂട്രൽ സ്റ്റാൻഡ് എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ സ്വീകരിച്ചിട്ടില്ല. നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് വരെ അവനുമൊപ്പം അവളുമൊപ്പം എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയില്ല. അവൾക്കൊപ്പം മാത്രമാണ്, അതിനങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അവളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ആരെയെങ്കിലും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പരിപാടിക്കും നമ്മൾ നിൽക്കുന്നില്ല. അവൾക്ക് നീതി കിട്ടി എന്നുറപ്പാക്കുന്നത് വരെ മുന്നോട്ട് പോട്ടെ. അതിന് ഏറ്റവും നല്ല ഒരു ശക്തിയായിട്ട് അവൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന നയം. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഈ നിമിഷം വരെ
സർവൈവറിനെ, അതിജീവിതയെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ടില്ല. അതിജീവിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒപ്പീനിയൻ ഇതാണ് എന്ന് പറയുന്ന സമയത്ത് തെറിവിളികൾ ഉണ്ടായിട്ടുണ്ട്, ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്, വളരെയധികം നെഗറ്റിവിറ്റി. ഇപ്പം എൻ്റെ ഫോട്ടോയും ഈ തംബ്നെയിലും ഒക്കെ വെച്ചുകൊണ്ട് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വളരെ മോശം പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴും കമൻറ്റ് ബോക്സിൽ വളരെ മോശമായി വരുന്ന കമൻറ്റുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അതിജീവിതയുടെ മെൻ്റൽ പീസിനെ നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ വീഡിയോസിൻ്റെ താഴെ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളിടുന്ന പല കമൻറ്റുകളുടെയും താഴെ അവളെക്കുറിച്ച് മോശമായി വരുന്ന കമൻറ്റുകളൊന്നും നിങ്ങൾ കാണില്ല, അല്ലെങ്കിൽ നിങ്ങളെ ചീത്ത വിളിക്കുന്ന കമൻറ്റുകൾ നിങ്ങൾ കാണില്ല. കാര്യം അപ്പം നമ്മളത് ക്ലിയർ ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അത് വരാത്തത് കൊണ്ടല്ല, നമ്മളത് ഹൈഡ് ചെയ്യുന്നതുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, ഓരോ പ്രൊഫഷനോടും ഒപ്പം ഒരു ബണ്ടിൽ പോലെ വരുന്ന റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും അതിൽ നമ്മൾ കാണിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാനിപ്പോൾ ഉണ്ണിമൂന്തൻ ഭാഗമാവുന്ന സിനിമകൾ കാണില്ല എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്, എൻ്റെ പ്രൊഫഷനോട് കാണിക്കുന്ന നീതികേട് തന്നെയാണ്. പക്ഷേ അതെൻ്റെ ആത്മാഭിമാനത്തിനോടും കൂടി ചേർത്ത് ഞാൻ വെക്കുന്നതുകൊണ്ടാണ് ആ പ്രതിഷേധം നമ്മളിപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നത്. അല്ലാത്ത പക്ഷം ഇറങ്ങുന്ന സിനിമകൾ, എനിക്ക് കാണാൻ അവൈലബിൾ ആയിട്ടുള്ള സിനിമകൾ ഞാൻ കാണുക എന്നുള്ളതും ആ സിനിമകളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതും അതെൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. എനിക്ക് ഇൻകം ഉണ്ടാക്കി തരുന്ന എൻ്റെ വർക്കിലെ അല്ലെങ്കിൽ ഈ ചാനലിലെ കോർ കണ്ടന്റിനോട് ഞാൻ കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ എനിക്ക് ഈ സ്പേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്ന പല ഒപ്പീനിയൻസും നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ശബ്ദത്തിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് പകരം എൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്താൽ മതിയായിരിക്കും. നിങ്ങളുടെ തന്നെ കമൻസിൽ നിന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ പറയാൻ വന്ന അതേ കാര്യമാണ് ഉണ്ണി പറയുന്നത് എന്നൊരാൾ പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാനാണ് നിങ്ങളുടെ ശബ്ദം എന്നല്ല പറയുന്നത്, നിങ്ങളുടെ ശബ്ദത്തിലെ ചെറിയൊരു ഭാഗമാകാൻ എനിക്കും പറ്റിയിട്ടുണ്ട്. അങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഈ സ്പേസ് ഇവിടെ കണ്ടിന്യൂ ചെയ്യണം. ഈ ചാനൽ നിലനിന്ന് പോരണമെങ്കിൽ, എനിക്കിവിടെ വീഡിയോസ് സ്വതന്ത്രമായി ചെയ്യാൻ പറ്റണമെങ്കിൽ എനിക്ക് ഇതിനകത്ത് നിന്ന് റവന്യൂ കിട്ടേണ്ട ഒരു ആവശ്യം വളരെ വലുതാണ്. സോ ഈ സ്പേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് സിനിമകൾ കണ്ടേ പറ്റും. ബബ്ബ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ ഞാൻ ചെയ്യുമ്പോൾ ദിലീപിന് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആ സിനിമയുടെ ട്രെയിലറിൽ എനിക്ക് എക്സ്പെക്റ്റേഷൻസ് ആയിട്ട് തോന്നിയതും എനിക്ക് യോജിക്കാൻ പറ്റാതെ തോന്നിയതും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. റിമാർക്ക് അല്ലെങ്കിൽ അവരുടെ തിയേറ്റർ എന്ന് പറയുന്ന സിനിമ റിലീസാവുന്ന സമയത്ത് ബിരിയാണി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ സജിൻ ബാബു ആണ് ഇതിൻ്റെ സംവിധാനം നിർവഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഓൾറെഡി ഒരു ലൈംഗിക ആരോപണം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരം ഒരാൾക്കൊപ്പം, ഒരു ലൈംഗിക ആരോപണം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിങ്ങൾക്ക് എങ്ങനെ അഭിനയിക്കാൻ സാധിക്കുന്നു എന്നൊരു വിമർശനം റിമയ്ക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. റിമ അതിന് കൊടുക്കുന്ന മറുപടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ സെൽഫിഷാണ്. ഞാനല്ല, റിമാക്കില്ലെങ്കിൽ പറയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സെൽഫിഷാണ്. ഞാനൊരു ആർട്ടിസ്റ്റാണ്. എനിക്ക് എൻ്റെ ആർട്ട് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടണം, അവസരങ്ങൾ കിട്ടണം. അവളോടൊപ്പം ചേർന്ന് നിന്നിരുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് അവസരങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടിരുന്ന സ്ഥലത്ത്, അത് റിമാക്കല്ലെങ്കിൽ മാത്രമല്ല, വേറെയും അഭിനേത്രികളും ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ട്. അങ്ങനെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്ന ഒരു സമയത്ത് അവർക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന സിനിമയുമായി ഒരാൾ വരുന്ന സമയത്ത് ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ അയാളുമായി അസോസിയേറ്റ് ചെയ്യില്ല എന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റിന് വർക്ക് ചെയ്യാനുള്ള, അവരുടെ ടാലൻറ്റ് എക്സിബിറ്റ് ചെയ്യാനുള്ള അവസരമാണ് ഇവിടെ നഷ്ടപ്പെടുക. സെക്കൻഡ് തിങ്, നിങ്ങൾ 5-6 ലൈംഗിക ആരോപണ പരാതികളാണ് കേൾക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി അടക്കമുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിലൊക്കെ കൂടി നിങ്ങളൊരു 5-6 പരാതികളാണ് കേൾക്കുന്നതെങ്കിൽ പുറത്തറിയാത്ത ആയിരക്കണക്കിന് പരാതികൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് റിമാർക്കല്ലെങ്കിൽ പറയുന്നതാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ല ആൾക്കാരോടൊപ്പം മാത്രമേ, അതായത് ഒരു പരാതികളും ആരും പറഞ്ഞിട്ടില്ലാത്ത ആളുകൾക്കൊപ്പം മാത്രമേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റുന്നൊരു ഏറ്റവും മികച്ച സാമൂഹിക ഘടനയല്ല ഇവിടെ ഉള്ളത്. മാത്രമല്ല അത്തരമൊരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അതായത് എനിക്ക് സിനിമ ചെയ്യാൻ, എനിക്ക് അഭിനയിക്കാൻ, എൻ്റെ ടാലൻറ്റ് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ ഇവിടെ സിനിമ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ ആർട്ടിസ്റ്റുകളെ, ഏറ്റവും നല്ലവരെ മാത്രം പിക്ക് ചെയ്ത് സിനിമ ഉണ്ടാക്കാനുള്ളൊരു പ്രിവിലേജ് റിമാർക്ക് അല്ലെങ്കിലിനില്ല. അത്തരമൊരു സാമ്പത്തിക സാമൂഹിക ചുറ്റുപാടിലല്ല റിമാർക്ക് അല്ലെങ്കിലുള്ളത്. നമ്മളും അതേ അവസ്ഥയിൽ തന്നെയാണ്. റിമാർക്ക് അല്ലെങ്കിലിന് നല്ലവരുടെ കൂടെ മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ, നല്ലവരാണെന്ന് തെളിയിച്ചവരുടെ സിനിമകൾ മാത്രമേ കാണുള്ളൂ എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഞാനുള്ളത്. മലയാള സിനിമയിലെ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ അതൊരു വലിയ ലിസ്റ്റാണ്. അലൻസിയർ ഉണ്ട്, വിജയ് ബാബു ഉണ്ട്, മുകേഷ് ഉണ്ട്, സിദ്ദിഖ് ഉണ്ട്, വിനായകനുണ്ട്, ശ്രീജിത്ത് രവിയുണ്ട്. ഇവർക്ക് ഇപ്പോഴും ഈ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തികളാണ്. ഇവരുടെ ഒന്നും സിനിമകൾ കാണില്ല എന്ന് ഞാൻ തീരുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ സിനിമ ഉണ്ടാവില്ല. ഞാൻ കേരളത്തിന് പുറത്തിറങ്ങി സിനിമ കാണേണ്ടി വരും. കേരളത്തിന് പുറത്തേക്ക് കിടക്കുമ്പോൾ അവിടെയും ഒരുപാട് മീറ്റു ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ എവിടെ പോയി സിനിമ കാണും? ഇത്രയും പരാതികൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ആരോപണ വിധേയർ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നല്ല വശത്തേക്ക് ചിന്തിക്കുമ്പോൾ ഇവിടെ എല്ലാം പ്രശ്നക്കാരാണെന്നല്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ടായാൽ പരാതിപ്പെടാൻ ധൈര്യമുള്ള പെൺകുട്ടികളുണ്ട്. അങ്ങനെ ധൈര്യമായി പരാതിയുമായി മുന്നോട്ട് വരുന്ന ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെയുണ്ട് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ പോസിറ്റീവ് സെൻസിനെ അബ്സോർബ് ചെയ്തിട്ട്
സിനിമകൾ കാണുക, സിനിമകളെക്കുറിച്ച് സംസാരിക്കുക, ആരെയും വ്യക്തിപരമായി വെള്ള പൂശാതിരിക്കുക എന്ന് പറയുന്നൊരു ആ ഒരു ഡിസിഷനിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഉണ്ണി നിങ്ങൾ ഈ സിനിമ കാണണ്ട, ഈ സിനിമ കാണാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം ഞാൻ നികത്തിത്തരാം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ഘടനയാണ്. ഞാൻ നിങ്ങളോട് വന്നിട്ട് എന്നാൽ എനിക്ക് കാശ്, എന്നാൽ ഞാൻ റിവ്യൂ പറയാതിരിക്കാം എന്നല്ല പറയുന്നത്. അങ്ങനെ റിവ്യൂ പറയാതിരുന്നാലും നിങ്ങൾ എനിക്ക് കൃത്യം വരുമാനം തരുന്ന പോലത്തെ ഒരു സാമൂഹ്യ ഘടന ഇവിടെ ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അല്ലാത്ത പക്ഷം സിനിമ എന്ന് പറയുന്ന കോർ കണ്ടൻറ്റിനെ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ, നിങ്ങൾ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിൽ ദിലീപിനെയാണ് കാണുന്നതെങ്കിൽ ഞാൻ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കാണുന്നത് മോഹൻലാലിനെയാണ്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ അവിടെ വരുമ്പോൾ അയാൾ ഉണ്ടാക്കുന്ന ഇനീഷ്യൽ പുള്ളെന്ന് പറയുന്നത്, തിയേറ്ററിലേക്ക് ആളെ കയറ്റുക എന്ന് പറയുന്നത്, അതുവഴി ഈ യൂട്യൂബിൽ റിവ്യൂ ഇടുന്ന ഒരാൾക്ക് കിട്ടാൻ പോകുന്ന വ്യൂവും റവന്യൂ എന്ന് പറയുന്നത് അത് അത്രയുണ്ട്. ഞാൻ ദിലീപ് എന്ന് പറയുന്ന ഇപ്പോൾ കുറ്റവിമുക്തനായിട്ടുള്ള, ഇനിയിപ്പോൾ അപ്പീലിനും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. എനിവേ, അയാളെ ഗ്ലോറിഫൈ ചെയ്യുകയോ അയാളുടെ വ്യക്തി ജീവിതത്തിലെ ചെയ്തികളെ വെള്ളപൂശുകയോ ചെയ്യാത്തടത്തോളം എനിക്ക് ആ സിനിമ കണ്ടുകൂടെ. ഇനിയും നമ്മൾ ബബ്ബബ്ബ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ ട്രെയിലർ ഡീകോഡിങ്ങും ഒക്കെ വരാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി സിനിമ റിലീസാവുന്ന സമയത്ത് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഒരുപാട് ദിലീപ് ഫാൻസ് ഒക്കെ വരും. ദിലീപിൻ്റെ സിനിമ ആയതുകൊണ്ടല്ലടാ നീ ഇങ്ങനെ ചെയ്തു, പകപോക്ക് കാണല്ലടാ എന്നൊക്കെ ചോദിച്ച് ആ ഒരു വഴിക്ക് ഒരു അറ്റാക്ക് ഉണ്ടാകും. ഇനി ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്ങാനും പോയാൽ ഞാൻ ആ സിനിമ നല്ല സിനിമയാണ്, നല്ല പെർഫോമൻസുകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ അറ്റാക്കിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ സാധനം ഇവിടെ വരാനാണ് പോകുന്നത്. ഇങ്ങനെയുള്ള അറ്റാക്കുകളൊക്കെ കണ്ടും കേട്ടും തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ധാരണ എനിക്കുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ മനസാക്ഷിയിൽ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം, ഞാൻ ഇവിടെ ഒരാളെ അനാവശ്യമായി ഗ്ലോറിഫൈ ചെയ്യോ അയാളുടെ പേഴ്സണൽ ലൈഫിനെ വെള്ളപൂശാനോ ശ്രമിക്കില്ല എന്നുള്ള എൻ്റെ ഉറപ്പാണ്. എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് പറയാനുണ്ട്. അതിജീവിതയും ഇപ്പോൾ കുറ്റവിമുക്തനായിട്ടുള്ള വ്യക്തിയും ഇവർ രണ്ടുപേരും പല TV പ്രോഗ്രാമുകളിലും വെറും ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മാത്രം പ്രധാന അതിഥികളായി വന്നു പോയിട്ടുണ്ട്. ഒരേ ചാനലിൽ ഒരേ പ്രോഗ്രാം ഒരേ ടൈം ബാൻഡ് ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ഗസ്റ്റുകളായി വന്നു പോയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കുറ്റാരോപിതനായിരുന്ന ആൾ ചീഫ് ഗസ്റ്റായി പോയിരുന്ന പരിപാടിയിൽ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും നീയും പോയിരുന്നല്ലോ, നിനക്കൊരു നിലപാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവളുടെ മനസമാധാനത്തിനെ കെടുത്തരുത്. അവൾക്കും ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി മുന്നോട്ട് പോവേണ്ടതാണ്. ഇവിടെ വരുമാനം വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പോപ്പുലാരിറ്റി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നാളെ അവളുടെയും സിനിമകൾ റിലീസാവും. ആ സിനിമകളുടെ പ്രൊമോഷൻ്റെ ഭാഗമായി അവളൊരു TV പ്രോഗ്രാമിൽ പോകും. അതേ പ്രോഗ്രാമിൽ ചിലപ്പോൾ 2 ആഴ്ച മുമ്പ് മറ്റൊരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ കുറ്റവിമുക്തനായിട്ടുള്ള ആൾ ചിലപ്പം വന്നിട്ടുണ്ടാവാം. അത് വെച്ച് നിങ്ങൾ പ്രതിഷേധിക്കുന്ന പോലെ അവളും പ്രതിഷേധിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അവളെ ജഡ്ജ് ചെയ്യുകയോ അവളുടെ മനസമാധാനത്തിനെ ചോദ്യം ചെയ്യുന്ന പരിപാടികളുമായി പോവുകയോ ചെയ്യരുത്. മലയാളിക്കൊരു വിചാരമുണ്ട്, മലയാളിയാണ് ദിലീപിനെ തോപ്പിച്ചത്, ദിലീപിൻ്റെ സിനിമകൾ നമ്മൾ ബഹിഷ്കരിച്ചതുകൊണ്ടാണ്. ബഹിഷ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ സിനിമകൾ മോശമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. രാമലീല ഈ കേസിൽ അയാൾ അകത്ത് പോയപ്പോൾ റിലീസായ പടമാണ്. ആ സിനിമ ആ സമയത്ത് ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. അതിനുശേഷം വന്ന സിനിമകൾ അമ്മാതിരി ബോർ പടങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ആ സിനിമകൾ പരാജയപ്പെട്ടത്. ഇനി ഇതിൻ്റെ ഇടയിൽ നല്ല സിനിമകൾ വന്നിരുന്നെങ്കിൽ ആ സിനിമകൾ കാണാൻ ആളുകൾ തിയേറ്ററിലേക്ക് പോയേനെ. ഇനിയിപ്പോൾ ദിലീപ് സിനിമകൾ കാണില്ല എന്നുള്ളതാണ് എൻ്റെ പ്രതിഷേധം, അതിജീവിതയോട് ഞാൻ കാണിക്കുന്ന നീതി അതാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഈ അതിജീവിതയുടെ കുറച്ച് സിനിമകൾ തിയേറ്ററിൽ റിലീസായിട്ടുണ്ടായിരുന്നു. അതിൽ എത്ര സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്? അതിജീവിതയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് അവൾക്ക് ഫിനാൻഷ്യലി അവളുടെ കയ്യിൽ വരുമാനം വേണം, അവൾ സിനിമയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്, അവളുടെ സിനിമകൾ ഇവിടെ വിജയമാകണം. ആ സിനിമകൾ വിജയിക്കുന്നതിന് വേണ്ടി എത്ര സിനിമകൾ നിങ്ങൾ ഫേസ്ബുക്കും നിങ്ങളുടെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും മറ്റ് അക്കൗണ്ടുകളൊക്കെ ഒന്ന് എണ്ണിപ്പെറുക്കി പരിശോധിച്ച് നോക്കൂ. അതിജീവിതയ്ക്ക് വേണ്ടി നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞ 1-2 സിനിമകളെങ്കിലും പറയും. അതേസമയം നമ്മുടെ യൂട്യൂബ് ചാനൽ ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അതിജീവിത ഭാഗമായി റിലീസായിട്ടുള്ള എല്ലാ സിനിമകളുടെ പേരും ചേർത്ത് നിങ്ങൾ ഉണ്ണി വ്ളോഗ്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തോ, നിങ്ങൾക്കൊരു റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ ആ സിനിമയുടെ പ്രൊമോഷണൽ മെറ്റീരിയലായി അവർക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് ട്രെയിലർ റിയാക്ഷനോ ടീസർ റിയാക്ഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കാണാനുണ്ടാവും. ബിക്കോസ് അതെൻ്റെ ജോലിയുടെ ഭാഗമായിരുന്നു. ഞാനവിടെ അതിജീവിതയാണോ കുറ്റാരോപിതനാണോ എന്നൊക്കെ നോക്കിക്കൊണ്ട് ഫിൽട്ടർ ചെയ്യുന്നതിന് പകരം എൻ്റെ ജോലി, എൻ്റെ ഉത്തരവാദിത്വം അത് നിർവഹിക്കുകയായിരുന്നു. ആ ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് അതിജീവിത അഭിനയിച്ച സിനിമയാണെങ്കിലും അവരുടെ പെർഫോമൻസോ സിനിമയോ മോശമാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് മോശമായി അനുഭവപ്പെട്ടാൽ അത് മോശമായി ഫീൽ ചെയ്തു എന്ന് തന്നെ പറയുള്ളൂ. അവിടെ നമ്മൾ ഈ ആനുകൂല്യം കൊടുക്കാനും പറ്റില്ല. അതാണ് എൻ്റെ ഈ ജോലിയുടെ പ്രശ്നം. എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള, ഞാൻ ഭയങ്കര റെസ്പെക്റ്റോടുകൂടി നോക്കി കണ്ടിട്ടുള്ള, ഇവരൊക്കെ ഒന്ന് വളർന്നു കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളുടെ സിനിമകൾ പോലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനേ നിർവാഹമുള്ളൂ. അതെൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഇനി മറ്റൊരു കമ്പാരിസൺ കൂടിയുണ്ട്. വേടന് പുരസ്കാരം കൊടുത്തപ്പോൾ നിങ്ങൾ പ്രതിഷേധിച്ച് വീഡിയോ ഇട്ടില്ലേ, വേടനെ സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോസ് മാറ്റുന്നു എന്ന് പറഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ മുക്കിയതല്ലേ, എന്നിട്ട് നിങ്ങൾ എങ്ങനെ ദിലീപിൻ്റെ സിനിമകൾ കാണുന്നു എന്നുള്ള ചോദ്യമാണ്. ഈ വേടന് അവാർഡ് കൊടുത്തത് അല്ലെങ്കിൽ വേടന് പുരസ്കാരം കൊടുത്തത് മറ്റേ സൈമ അവാർഡ്സിലോ ഏഷ്യാനെറ്റ് അവാർഡ്സിലോ വികടൻ അവാർഡ്സിലോ ഒന്നുമല്ല, കേരള സർക്കാരിൻ്റെ അവാർഡാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്.
ഓൾറെഡി കുറ്റാരോപിതനായിട്ടുള്ള കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, അതും വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളുള്ള കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് കേരള സർക്കാർ ആ കേസ് വന്ന ഉടനെ തന്നെ പുരസ്കാരം കൊടുക്കുക എന്ന് പറയുന്നത് അത് ഇരയോട് കാണിക്കുന്ന നീതികേടാണ്. അത് തെറ്റായൊരു മാതൃക സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന ഘടകങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വേടനെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. വേടനെ സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ കിടന്ന ഒരു കണ്ടന്റ് പോലും വേടൻ്റെ പാട്ടിനെ കുറിച്ചുള്ള റിവ്യൂ അല്ല. വേടൻ പാട്ട് പാടിയിട്ടുള്ള സിനിമകളെക്കുറിച്ചുള്ള റിവ്യൂസും അവിടെ തന്നെ കിടപ്പുണ്ട്. വേടനെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള, വേടൻ്റെ പൊളിറ്റിക്സിനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള വീഡിയോസാണ് ഞാൻ റിമൂവ് ചെയ്തിട്ടുള്ളത്. വേടനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കില്ല എന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അവിടെയും നമ്മുടെ പ്രതിഷേധം എന്താണെന്നുള്ളത് ഏറ്റവും മാന്യമായ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. വേടൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് തിരിച്ചു വാങ്ങിച്ച് കേരള സർക്കാരിൻ്റെ ഷെൽഫിൽ കൊണ്ടുവെക്കൂ, വേടനെ നിങ്ങൾ ബാൻ ചെയ്യൂ, വേടൻ ഇനി ആരും കേൾക്കാതിരിക്കൂ, വേടൻ എന്താ, അങ്ങനെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. വേടനോടുള്ള അല്ലെങ്കിൽ വേടന് പുരസ്കാരം കൊടുത്തിട്ടുള്ളതിലുള്ള നമ്മുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അയാളെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനമെടുത്തു. അത് നിങ്ങളെ അറിയിച്ചു. ദിലീപിനെയും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. അയാൾ ഭാഗമായിട്ടുള്ള സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള സിനിമ കാണലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയലും ട്രെയിലർ, ടീസർ, റിയാക്ഷനും ഡീകോഡിങ്ങും തുടങ്ങിയിട്ടുള്ള പരിപാടികൾ നമ്മൾ ചെയ്യും. ഞാൻ ഈ എല്ലാവരും പറയുന്ന ഒരു ന്യായീകരണം ഉണ്ടല്ലോ, സിനിമ എന്ന് പറയുന്നത് ദിലീപിൻ്റെ മാത്രമല്ല വേറെയും ഒരുപാട് പേരുടെ കൂടി അധ്വാനത്തിൻ്റെ ഫലമാണ് എന്ന് പറയുന്നതിനേക്കാൾ അതും ഒരു ന്യായീകരണം തന്നെയാണ്. ആ ന്യായം ഇല്ലാണ്ടാവുന്നു എന്നല്ല പറഞ്ഞ്, പക്ഷേ അതിനേക്കാൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഈ സ്പേസ് എനിക്കിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണം. നമുക്കിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പൊളിറ്റിക്കലിയും അല്ലാതെയും ഒക്കെ സംസാരിക്കാനുണ്ട്. അതൊക്കെ സംസാരിക്കാനും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നല്ലൊരു കമ്മ്യൂണിറ്റിയായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് റവന്യൂ ആവശ്യമാണ്. എൻ്റെ ഈ ജോലിയുടെ പ്രൊഫഷൻ്റെ ഭാഗമായി ഞാൻ കാത്തു സൂക്ഷിക്കേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി നമ്മൾ സിനിമകൾ കാണും. നിങ്ങൾക്ക് സിനിമ കാണാതിരിക്കലാണ് പ്രതിഷേധമെങ്കിൽ സിനിമ കാണൽ എൻ്റെ വയറ്റിപ്പഴപ്പാണ്. എനിക്ക് 100%, 150% ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം, ഇന്നേ വരെ ഒരു കേസിലെയും ഇരയോ അല്ലെങ്കിൽ അതിജീവിതയോ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നതെങ്കിലും ഒരാളെ പോലും അപമാനിക്കുന്ന, മോശമായി ചിത്രീകരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും നമ്മുടെ ഒരു വീഡിയോയിലും വന്നിട്ടില്ല. അങ്ങനെ ഒന്ന് ഉണ്ടാവാൻ പോകുന്നുമില്ല. മാത്രമല്ല, ഒരാളുടെ ജോലി ചെയ്യാനുള്ള അവകാശത്തിനെ ഹനിക്കുക, ജോലി ചെയ്യലിനെ ചോദ്യം ചെയ്യുക, അയാൾ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് പോലത്തെ ആഹ്വാനങ്ങൾ ഒരു തരത്തിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല, ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അതുകൊണ്ടാണ് ഈവൻ ഒരു സിനിമയെക്കുറിച്ച് മോശമായ അഭിപ്രായം ഫീൽ ചെയ്യുമ്പോൾ പോലും ആ ആർട്ടിസ്റ്റിനെ, ആ ടെക്നീഷ്യനെ പേഴ്സണലി വേദനിപ്പിക്കാത്ത തരത്തിൽ പരമാവധി ഒരു വിമർശനം എടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ അവരെ അധിക്ഷേപിക്കാത്ത, അവരുടെ ജോലിയെ മോശം പറയിക്കാത്ത രീതിയിൽ ഏറ്റവും നന്നായി റിവ്യൂ പറയാൻ നമ്മൾ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ്. എപ്പോഴും പറയുന്ന പോലെ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. വിയോജിപ്പുകൾ ഏറ്റവും മാന്യമായ ഭാഷയിൽ നമുക്ക് സംസാരിക്കാം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളൊരു കോമൺ പോയിന്റിലേക്ക് എത്തുമായിരിക്കാം. അപ്പോൾ നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ മാറ്റം വരുത്താനും ഞാൻ തയ്യാറാണ്. പക്ഷേ പരസ്പര ബഹുമാനം എന്ന് പറയുന്ന ഒരു ഘടകത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ തമ്മിൽ തെറ്റും. എൻ്റെ മാന്യതയെ, എൻ്റെ ജോലിയിലെ എത്തിക്സിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അറ്റാക്ക് രൂപേണ വരുന്ന കമൻറ്റുകളെയും മെസ്സേജുകളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഉള്ളിൽ എന്നോട് ചെയ്യുന്ന ഒരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്നിലുള്ള കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്തരം കമൻറ്റുകളെ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ തന്നെ കായികമായി നേരിടുക അല്ലെങ്കിൽ വിളിച്ചു ചീത്ത വിളിക്കുക, ഇതൊന്നും നമ്മുടെ ഡിക്ഷണറി പെടുന്ന പരിപാടിയല്ല. നിയമപരമായി എങ്ങനെ അതിന് നേരിടാൻ പറ്റുമെന്ന് നോക്കും, നിയമപരമായി നേരിടും. അതാണ് നിലവിലെ തീരുമാനം. മാന്യമായ വിയോജിപ്പുകളെക്കുറിച്ചല്ല പറയുന്നത്. ത്രെറ്റ്സ്, ഭീഷണികൾ, കുറ്റപ്പെടുത്തൽ, തളർത്താൻ വേണ്ടി എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്രിമിനലുമായി നമ്മളെ താരതമ്യം ചെയ്യുക എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങൾ അതിച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, സിനിമകളൊക്കെ റിലീസുള്ള ദിവസമാണല്ലോ. ഹണി റോസ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റേച്ചൽ എന്ന് പറയുന്ന സിനിമ റിലീസിനുണ്ടായിരുന്നു. പക്ഷേ അവർ ഡേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ്. കഷ്ടമായിപ്പോയി. നമ്മൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു സിനിമയായിരുന്നു. ആ സിനിമയുടെ പ്രൊഡ്യൂസർ ബാദുഷ ഹരീഷ് കണാറിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി അത് തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചു എന്നും, അതുപോലെ അയാളുടെ ജോലി മുടക്കുന്ന രീതിയിൽ, അയാൾ ഭയങ്കര ജാടക്കാരനാണ്, വിളിച്ചാൽ കിട്ടൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ ജോലി മുടക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ ഏറിക്കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ ഹരീഷ് കണാറിനോടൊപ്പമാണ്. അയാൾക്ക് നീതി കിട്ടണം. അയാളുടെ ജോലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് കടമായി വാങ്ങിയ പണം തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് തിരിച്ചു കിട്ടേണ്ടതാണ്. 100% സംശയഭേദമന്യേ ഹരീഷ് കണാറിനോടൊപ്പമാണ് എന്ന് കരുതി ബാദുഷ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമ നമ്മൾ കാണാതിരിക്കില്ല. റേച്ചൽ തിയേറ്ററുകളിലേക്ക് വരട്ടെ, നമ്മൾ ആ സിനിമയും കാണും, സംസാരിക്കും. അപ്പോൾ നിങ്ങൾ ഹരീഷിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് ബാദുഷാൻ്റെ പടം കാണുന്നത് ശരിയാണോ എന്ന് ചോദിക്കരുത്. അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ ഇത്രയും നേരം ഞാൻ കഷ്ടപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.